പ്രിയപ്പെട്ടവരെ, വിജയദശമിയാണ്, ഗാന്ധി ജയന്തിയുമാണ്. എല്ലാവർക്കും ആദ്യമായി വിജയദശമിയുടെയും അതുപോലെ ഗാന്ധി ജയന്തിയുടെയും ആശംസകൾ നേരുന്നു. നമ്മുടെ നാട്ടിലെ നല്ലൊരു വിഭാഗം നായന്മാർ ഇപ്പോൾ പെരുന്ന പോപ്പിനെ തെറിയോട് തെറിയാണ്. ഈ സുകുമാരൻ നായരെ ആരാണ് NSSൻ്റെ ജനറൽ സെക്രട്ടറി ആക്കിയത്? ഇയാൾക്ക് അവിടെ ഇരിക്കാൻ എന്താണ് യോഗ്യത? NSSൻ്റെ ഓഫീസിൽ പണ്ട് ചായ മേടിക്കാൻ നിന്ന സുഗു ഇപ്പോൾ സർവപ്രതാപിയായ പെരുന്നയിലെ പോപ്പോ മാർപ്പാപ്പയോ അന്ത്യോക്യയിലെ പാത്രിയാർക്കീസോ കേട്ടിരിക്കുന്നതിൻ്റെ യുക്തി എന്താണ് എന്നൊക്കെ അവർ ചോദിക്കും. അതിൽ അധികവും കോൺഗ്രസ്സുകാരല്ല, BJPക്കാരാണ്. ഈ നാട്ടിലെ നല്ലവരായ BJPക്കാരുടെ ആഗ്രഹം നായന്മാരിൽ നല്ലൊരു വിഭാഗം ഇപ്പം തന്നെ ഉള്ളുകൊണ്ട് BJP ആയി കഴിഞ്ഞു. ബാക്കിയുള്ളവരും വേണമെങ്കിൽ BJP ആകാം എന്ന മട്ടിൽ നിൽക്കുകയാണ്. പെരുന്നയുടെ ഒരു ആശീർവാദവും കൂടി ഉണ്ടെങ്കിൽ നായന്മാർ മുഴുവൻ BJPക്കാരാവും, BJPക്കാരിൽ നല്ലൊരു ഭാഗം നായന്മാരും ആവും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കാണാനും അതുവഴിക്ക് ഇവിടെ BJPയെ ശക്തിപ്പെടുത്താനുമാണ് ഇവരാഗ്രഹിക്കുന്നത്. പക്ഷേ സുകുമാരൻ നായർ എന്ത് ചെയ്താലും അവർക്ക് വശംവദനാകുകയില്ല എന്ന് മാത്രമല്ല, നിർണായക ഘട്ടങ്ങളിലൊക്കെ BJPയെ പുള്ളി കുത്തുകയും ചെയ്യും. എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിൽ പറയാം. ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ശബരിമല പ്രക്ഷോഭമാണ്. ശബരിമലയിൽ യുവതീ പ്രവേശനം എന്ന് കേട്ടപ്പോൾ അതിനെ ആദ്യം എതിർത്തത് സുകുമാരൻ നായരാണ്. NSS സുപ്രീം കോടതിയിൽ പരാശരനെ വച്ച് വാദിച്ചു. അവിടെ ക്ലച്ച് പിടിക്കാതെ വന്നപ്പോൾ നാമജപ ഘോഷയാത്ര ആരംഭിച്ചു. അതുവരെ യുവതീ പ്രവേശനത്തെ അഹമഹമിഹ പിന്തുണച്ചിരുന്ന BJPക്കാരും RSSകാരും കോൺഗ്രസ്സുകാരും ഒക്കെ ഒറ്റ രാത്രി കൊണ്ട് ഈ ആചാരപ്രിയന്മാരായിട്ട് മാറി. നവോത്ഥാനം ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് ഇവരൊക്കെ ജാഥയ്ക്ക് പോയി. കോൺഗ്രസ്സുകാർ ബുദ്ധിയുള്ളവരായതുകൊണ്ട് ഈ ജാഥയിൽ നിന്ന് സമരത്തിൽ നിന്നൊക്കെ വിട്ടു, ഉള്ളുകൊണ്ടുള്ള പിന്തുണ മാത്രം അറിയിച്ചു. BJPക്കാർക്ക് ബുദ്ധി കുറവായതുകൊണ്ട് അവർ സമരത്തിന് പോവുകയും പോലീസിൻ്റെ നിന്ന് നല്ല വീക്ക് മേടിക്കുകയും ചെയ്തു. നമ്മുടെ K. സുരേന്ദ്രനൊക്കെ എത്ര ദിവസം ജയിലിൽ കിടന്നത് പുള്ളിക്ക് മാത്രം അറിയാവൂ. അതുപോലെ മറ്റ് പലരും ഇങ്ങനെ പീഡനം അനുഭവിച്ചവരാണ്. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സുകുമാരനെത്തി പുള്ളി എല്ലാ കരയോഗങ്ങൾക്കും സന്ദേശം അയച്ചു. നായന്മാരായ നമ്മളെല്ലാവരും UDFന് വോട്ട് ചെയ്യണം, അങ്ങനെ പിണറായി സത്യം പരാജയപ്പെടുത്തണം, ശബരിമലയിൽ നവോത്ഥാനം വേണ്ട, ആചാര ലംഘനം വെച്ച് ഉറപ്പിക്കരുത് എന്ന്. അങ്ങനെ നായന്മാരും അയ്യപ്പ ഭക്തന്മാരായ ഭക്തന്മാരും മുഴുവനും നമ്മുടെ LDFന് തോൽപ്പിക്കാനായിട്ട് വോട്ട് ചെയ്തു. നായന്മാരിൽ ബുദ്ധി കുറഞ്ഞ നായന്മാരൊക്കെ BJPക്ക് വോട്ട് ചെയ്തു. ബുദ്ധിയും വിവരമുള്ള നായന്മാർ സുകുമാരൻ നായർ പറഞ്ഞ കേട്ട് UDFന് വോട്ട് ചെയ്തു. അങ്ങനെ 19 സീറ്റിൽ UDF ജയിച്ചു. ഒരു സീറ്റ് മാത്രം തോറ്റു, ആലപ്പുഴ സീറ്റ്. അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ സുകുമാരൻ നായർക്ക് ബുദ്ധിയുണ്ട് എന്ന് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഇതുപോലെ തന്നെയാണ് 2016 പുള്ളി ചെയ്തത്. 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നു. 2012 മുസ്ലിം ലീഗിന് 5-ാം മന്ത്രിസ്ഥാനം കൊടുത്തപ്പോൾ സുകുമാരൻ വാളെടുത്ത് വെട്ടി വെളിച്ചപ്പെട്ടു. ഇവിടെ ഭൂരിപക്ഷം സമുദായക്കാർക്ക് ജീവിക്കാൻ നിർത്തിയില്ല. SNDP NSS ഒന്നിച്ച് നിൽക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നിച്ച് നിൽക്കാൻ തീരുമാനിച്ചു. കുറച്ചാൾ ഇവർ ഒന്നിച്ച് പോയി. പിന്നീട് രമേശ് ചെന്നിത്തലയെ ആഭ്യന്തരമന്ത്രിയായി കഴിഞ്ഞപ്പോൾ സുകുമാരൻ നായർ ഊരിയ വാള ഉറയിലിട്ടു. പുള്ളി ഹിന്ദു അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായ കൂട്ടായ്മയിൽ നിന്ന് പിന്മാറി. നായാടി മുതൽ നമ്പൂരി വരെയുള്ളവരെ സംഘടിപ്പിക്കേണ്ട ഉത്തരവാദിത്തം വെള്ളാപ്പള്ളിക്ക് മാത്രമായി. അങ്ങനെ BDJS ഉണ്ടായി. അതുമായിട്ട് ഏതെങ്കിലും തരത്തിൽ സഹകരിക്കാൻ സുകുമാരൻ നായർ കൂട്ടാക്കിയില്ല. പുള്ളി പതിവ് പോലെ UDFനെ തന്നെ പിന്തുണച്ചു. UDF തോറ്റുപോയി. BDJSന് പറയത്തക്ക നേട്ടമൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. പക്ഷേ കേരളത്തിലെ ഈഴവരിൽ ചെറുതല്ലാത്ത ഒരു ഭാഗം BJPയുടെ കൊടിക്കീഴിൽ അണിനിരക്കുന്നത് നമുക്ക് കാണണം. ഇങ്ങനെയൊക്കെയാണ് ഈ സംഗതിയുടെ പോക്ക്. ഇതിന് സമദൂര സിദ്ധാന്തം എന്നാണ് മൂപ്പല പറയുന്നത്. പണ്ട് നായന്മാർക്ക് സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടായിരുന്നു, നായർ ലീഗ് എന്ന് പറയാവുന്ന NDP, നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറ്റുമായിരുന്നു ഇതിൻ്റെ ഫുൾ ഫോം എന്ന് തോന്നുന്നു. നായരെ ദ്രോഹിക്കുന്ന പാർട്ടി എന്നാണ് ഞങ്ങളൊക്കെ പരിഹാസമായിട്ട് പറഞ്ഞത്. ഈ പാർട്ടി ഉണ്ടായിരുന്ന കാലത്ത് 77 മുതൽക്ക് ഏതാണ്ട് 91 തെരഞ്ഞെടുപ്പ് വരെ നായന്മാരായ ചില ആളുകൾ, ചെറിയ ആളുകൾ എന്ന് പറഞ്ഞാൽ പോരാ, നല്ല തറവാടികളായ കരയോഗ നായന്മാർ NDPയുടെ ലേബലിൽ മത്സരിക്കുകയും ചിലരൊക്കെ MLAമാരാക്കുകയും 2-3 പേർക്ക് മന്ത്രിസ്ഥാനം കിട്ടുകയൊക്കെ ചെയ്തു. അതിനപ്പുറത്ത് നായർ സമുദായത്തിനോ ജനസാമാന്യത്തിനോ ഈ പാർട്ടി കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായതായിട്ട് അറിയില്ല. ഏത് സമയത്തും ആരോഗ്യവകുപ്പാണ് മേടിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ പറഞ്ഞു NSSൻ്റെ വകുപ്പ് മെഡിക്കലല്ല മേഡിക്കലാണ് എന്ന്. കാരണം നല്ല മേഡിക്കലാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ഞാനിപ്പോൾ ഒന്നും പറഞ്ഞ് കൂടുതൽ വഷളാക്കാൻ ഉദ്ദേശിക്കുന്നില്ല.
ആ നായരെ ദ്രോഹിക്കുന്ന പാർട്ടി പിരിച്ചുവിട്ടതിന് ശേഷമാണ്, അല്ലെങ്കിൽ ആ പാർട്ടി നിശബ്ദമായി മരിച്ചതിന് ശേഷമാണ് സമദൂര സിദ്ധാന്തം കൊടുക്കുന്നത്. സമദൂര സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. നല്ലവരായ നായന്മാരെ എവിടെ മത്സരിച്ചാലും പിന്തുണയ്ക്കും, അല്ലാത്തവരെ പുള്ളി മറ്റ് താല്പര്യങ്ങൾ ഉപയോഗിച്ച് പിന്തുണയ്ക്കുകയോ പിന്തുണയ്ക്കാതിരിക്കുകയോ എതിർക്കുകയോ അനുകൂലിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അങ്ങനെ മറ്റ് സമുദായങ്ങളിൽ ഇതിൻ്റെ ഗുണം അനുഭവിച്ച ആളുകളുണ്ടായിരുന്നു. ഉദാഹരണത്തിന് പ്രൊഫസർ പി ജെ കുര്യൻ, അങ്ങനെയുള്ളവർ ചിലർക്ക് ഗുണമുണ്ടായിട്ട്, കെ എം മാണി, ഇവരൊക്കെ ഇതിൻ്റെ ഗുണഭോക്താക്കളായിരുന്നു. മാവേലിക്കരയിൽ രമേശ് ചെന്നിത്തല പിന്തുണയ്ക്കും, കോട്ടയത്ത് സുരേഷ് കുറുപ്പിനെ പിന്താക്കും. ഇതായിരുന്നു സമദൂര സിദ്ധാന്തം. ഇതുമായിട്ട് കുറേ നാൾ ഓടിയതിന് ശേഷമാണ് പിന്നെ സ്ഥിരമായിട്ട് യു ഡി എഫിനെ തന്നെ പിന്തുണയ്ക്കാം എന്ന പരിപാടി തുടങ്ങിയത്. അതിനാണ് ശരിദൂര സിദ്ധാന്തം എന്ന് പറയുന്നത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുള്ളി പുകയുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യും. അത് കഴിയുമ്പോൾ തണുത്ത് ഉറഞ്ഞ് ശാന്തമാകുകയും ചെയ്യും. അതാണ് സുകുമാരൻ നായരുടെ ഒരു രാഷ്ട്രീയ അജണ്ട, അല്ലെങ്കിൽ രാഷ്ട്രീയ പരിപാടി, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്ന് നമുക്ക് പറയാം. ഇത്തവണ മൂപ്പലാൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് വ്യക്തമല്ല. പലരും പറയുന്നത് ഈ വി ഡി സതീശനെ സുകുമാരന് കണ്ടുകൂടാ, അതുകൊണ്ട് അവനെ സംഹരിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇനി കേന്ദ്രത്തിൽ നിന്ന് പ്രിയങ്ക ഗാന്ധിയോ സോണിയാഗാന്ധിയോ പെരുന്നയിൽ വന്ന് ഈ പോപ്പിൻ്റെ കാല് പിടിച്ച് ചേട്ടാ പ്രശ്നം സലാമത്താക്കണം എന്നാവശ്യപ്പെടുമ്പോൾ അഹങ്കാരിയായ സതീശനെ മാറ്റി നിർത്തണം, കൊള്ളാവുന്ന വേറെ ഏതെങ്കിലും നല്ല നായരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കണം എന്ന് പറയും. അതിനുശേഷം രമേശ് ചെന്നിത്തലയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ ശശി തരൂരോ കെ മുരളീധരനോ അങ്ങനെ ആരെങ്കിലും ഒരാൾ, അല്ലെങ്കിൽ കെ സി വേണുഗോപാലെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും എന്നാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല പുള്ളി അങ്ങനെ അത്ര പെട്ടെന്ന് അഭിപ്രായം മാറ്റുന്ന സ്വഭാവക്കാരനല്ല. അദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ട ആളുകൾ ഇപ്പോൾ ഇടതു മുന്നണിയിലുമുണ്ട്. ഗണേഷ് കുമാറുണ്ട്, പിന്നെ ബാലഗോപാലുണ്ട്. കേരളത്തിൽ തന്നെ, കേരള ചരിത്രത്തിൽ തന്നെ നായന്മാർക്ക് ഇത്ര പ്രാതിനിധ്യം കിട്ടിയൊരു മന്ത്രിസഭ ഉണ്ടായിട്ടില്ല. കാര്യം പണ്ട് മന്നത്ത് പത്മനാഭൻ പറഞ്ഞുകൊണ്ട് കല്യാണകൃഷ്ണൻ ഒരു നായരല്ലേ, വോട്ട് കൊടുക്കണേ എന്ന് പറഞ്ഞ പോലെ നോക്കുമ്പോൾ ബിന്ദുവും നായരാണ്, ശിവൻകുട്ടിയും നായരാണ്, രാജേഷും നായരാണ്, രാജീവ് നായരാണ്, ബാലഗോപാലൻ നായരാണ്, ഗണേഷ് കുമാറും നായരാണ്, കെ രാജനും പി പ്രസാദും നായന്മാരാണ്, ജി ആർ അനിലും നായരാണ്. അപ്പോൾ നമ്മുടെ മന്ത്രിസഭയാണ് ഇപ്പം നാട് ഭരിക്കുന്നത്. കാര്യം പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരാളിവിടെ മുഖ്യമന്ത്രിയായിട്ട് ഇരിപ്പുണ്ടെങ്കിലും നായന്മാരുടെ മന്ത്രിസഭ എന്ന് പറയാനായിട്ട് ഈ രണ്ടാം പിണറായി സർക്കാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമ്മളെന്തിനും ഇതിനെ അപ്സെറ്റ് ചെയ്യണം എന്നൊരു ചിന്താഗതി ചിലപ്പോൾ മൂപ്പർക്ക് തോന്നിക്കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും പുള്ളിയുടെ അടുത്ത നടപടി എന്താണെന്ന് പറയാനായിട്ടില്ല. സമദൂരമാണോ ശരിദൂരമാണോ ഇനി മറ്റെന്തെങ്കിലും ദൂരമാണോ എന്നറിയില്ല. ഏതായാലും കൂടുതൽ ദൂരങ്ങളിലേക്ക് കുതിച്ചു പാഞ്ഞു പോകുന്ന ഒരു യാഗാശ്വമാണ് സുകുമാരൻ നായരുടെ ഈ നായർ സർവീസ് സൊസൈറ്റി എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. സർവീസ് സൊസൈറ്റിയുടെയും നായർ സമുദായത്തിൻ്റെയും വമ്പിച്ച പുരോഗതി കാണാൻ വളരെ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന ഒരു കരയോഗത്തിലെ എളിയ അംഗം മാത്രമാണ് ഞാൻ എന്ന് തുറന്നു പറയാനായിട്ട് എനിക്ക് യാതൊരു മടിയില്ല, മനസ്താപവുമില്ല. ഈ വിജയദശമി ദിനത്തിൽ സർവീസ് സൊസൈറ്റിക്കും ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ജയ് NSS. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.